മലപ്പുറം മാധവനാടാണ് ക്വാറിയിലേക്ക് ലോറി മറിഞ്ഞ് അപകടമുണ്ടായത്. ഇപ്പോൾ ആ അപകട സ്ഥലത്തിലെ ഡ്രോൺ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് ആകാശ ദൃശ്യങ്ങൾ കാണാം. കൃത്യമായി അവിടെ എത്രമാത്രം റോഡിനോട് ചേർന്നാണ് ആ ക്വാറി ഉള്ളത് എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. 65 അടി താഴ്ചയുള്ള ക്വാറിയിലേക്കാണ് ഈ ലോറി പൂർണ്ണമായും മുങ്ങിപ്പോയിരിക്കുന്നത്. ഡ്രൈവർ ജാഫറെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ ക്ലീനർ മുസ്തഫ ഇപ്പോഴും ഈ ലോറിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ലോറി കൃത്യമായി സ്പോട്ട് ചെയ്തു, പക്ഷേ അതിനെ നീളമുള്ള റോപ്പ് ഉപയോഗിച്ച് പുറത്തേക്ക് പൊക്കിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അത് കഴിഞ്ഞ 3 മണിക്കൂറായി ശ്രമിക്കുന്നു. ഇപ്പോഴും കൃത്യമായി അത് നടന്നിട്ടില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ സങ്കടകരമായ കാര്യം. ഇപ്പോഴും ഒരു മനുഷ്യജീവൻ ആ ലോറിക്കുള്ളിലുണ്ട് എന്നുള്ളതാണ്. അജി കുഞ്ഞുമോൻ വിവരങ്ങളുമായി ചേർന്നു. അജി, ഏറ്റവും പുതിയ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെ നിന്നും അതിന്റെ ഘടന എന്താണ്, അത് റോഡിനോട് എത്രമാത്രം ചേർന്നാണ് ആ ക്വാറി ഉള്ളത്, അപകടകരമായ സാഹചര്യമാണ് എന്നൊക്കെ നമുക്ക് വ്യക്തമാവുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴും നമുക്ക് സങ്കടമാവുന്നത്, അല്ലെങ്കിൽ ദൗർഭാഗ്യം എന്ന് പറയുന്നത്, അവിടെ ഇപ്പോഴും ആ ലോറി കൃത്യമായി മുകളിലേക്ക് പൊക്കിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നീളമുള്ള റോപ്പ് അത് എത്തിക്കാൻ എന്താണ് പ്രയാസം? ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തലത്തിലുള്ള ഗതാഗത കുരുക്ക് ഈ മേഖലയിലുണ്ട്. അതായത് ഇവിടെ ഒരു ഉത്സവം നടക്കുകയാണ്, ഒരു ചെറിയ വഴിയാണ്, ഗ്രാമീണ വഴിയാണ്, അവിടേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല. വലിയ തരത്തിലുള്ള കുരുക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. അതാണ് വലിയ വാഹനങ്ങൾക്ക് പോലും അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം ഈ വിഷയത്തിലാണ് പോലീസിന്റെ അടക്കം വലിയ തരത്തിലുള്ള ഇടപെടൽ വേണ്ടത്. കാരണം ആ കോറിയിലേക്ക് പോലീസ് അല്ലെങ്കിൽ മറ്റ് ജനപ്രതിനിധികൾ ഇടപെട്ട് കഴിഞ്ഞാൽ ഈ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ കഴിയും. ആ കുരുക്ക് വലിയ തലത്തിലുണ്ട്. പ്രധാനപ്പെട്ട റോഡിൽ നിന്നും മാറിയിട്ടാണ് ഈ കോറി ഉള്ളത്. ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട റോഡിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ ലോറി, ഈ മിനി ലോറി അതിലേക്കൂടെ പോയത്. നിത്യോപയോഗ സാധനം വഹിച്ചുകൊണ്ടുള്ള ആ മിനി ലോറി അവിടേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ദാരുണമായ ഒരു അപകടം പറ്റിയത്. ഈ പ്രധാനപ്പെട്ട ഈ റോഡിലാണ് ഇപ്പോൾ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത്. കാരണം ഇവിടെ വലിയ തലത്തിലുള്ള ഗതാഗത കുരുക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. അവിടേക്ക് രക്ഷാപ്രവർത്തകർക്കോ മാധ്യമപ്രവർത്തകർക്കോ ഒപ്പം തന്നെ മറ്റു വാഹനങ്ങൾക്കോ എത്തിപ്പെടാൻ കഴിയുന്നില്ല. അത്രത്തോളം ഒരു ഗതാഗത കുരുക്ക് ഇവിടെയുണ്ട്. ഈ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനുള്ള ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ആദ്യഘട്ടത്തിൽ വേണ്ടത്. കാരണം എന്നാൽ മാത്രമേ ഈ വാഹനങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകുവാനും രക്ഷാപ്രവർത്തനം നടത്താനും കഴിയുകയുള്ളൂ. ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളാണ് പ്രധാനമായും റോഡിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തലത്തിൽ അത് ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. ഏതായാലും ഈ മറ്റ് രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഊർജിതമായി തന്നെ നടക്കും. സജി തുടരുക. ഇപ്പോൾ ഗൂഗിൾ കെ വേണുഗോപാൽ കൂടി ചേരുന്നു തത്സമയം. ഗൂഗിൾ, ദൃശ്യങ്ങളിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. 3 മണിക്കൂറായി ഈ അപകടം നടന്നിട്ട് ഇപ്പോഴും ആ ലോറി പൊക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി അറിയേണ്ടത്, എന്തുകൊണ്ടാണ് ഈ കൂടുതൽ എഞ്ചിന് ഫയർ സ്റ്റേഷനുകളിൽ നിന്നും സംവിധാനങ്ങൾക്ക് ഇങ്ങോട്ട് എത്താൻ കഴിയാത്തെന്നുള്ളതാണ്. ഇപ്പോൾ അജി പറയുന്നതോടെ വലിയ ഗതാഗത കുരുക്ക് പല റോഡുകളിലും ഉണ്ട്. ഇട റോഡാണ് ഇത് എന്ന് മനസ്സിലാകുന്നു. എളുപ്പത്തിൽ പോകാനുള്ള ഷോർട്ട് കട്ട് റോഡാണ് എന്നാണ് അജി നേരത്തെ പറഞ്ഞത്. ആ രീതിയിൽ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് എത്താൻ, അവിടെ ഒരു ഉത്സവം നടക്കുന്നതുകൊണ്ട് തന്നെ വലിയ ഗതാഗത കുരുക്കുണ്ട്, എത്താൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. ഇതിൽ ആരൊക്കെ ഇപ്പോൾ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, എന്തൊക്കെ ഇടപെടൽ ഈ ഘട്ടത്തിലും നടക്കുന്നുണ്ട്? ഇരങ്കോട് ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് രൂക്ഷമാവുകയും ട്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്താൻ വൈകുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രെയിൻ എത്തിയതിനു ശേഷം ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഗൗരവമായ പ്രശ്നം. കാരണം ട്രെയിനിന്റെ റോപ്പിന് നീളം കുറവാണ്. കൂടുതൽ നീളമുള്ള റോപ്പ് എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ രക്ഷാപ്രവർത്തനം നടത്തുകയുള്ളൂ. ഈ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളെ വിഷയത്തിന്റെ ഗൗരവം ധരിപ്പിക്കുകയും അവരുടെയൊക്കെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ട്രെയിൻ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ട്രെയിൻ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്ന് ലഭിച്ച പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്ത് വലിയ ക്രെയിൻ, കാരണം 65 അടി താഴ്ചയിലേക്കാണ് ഈ ലോറി മറിഞ്ഞിട്ടുള്ളത്. വലിയ ക്രെയിൻ ആ പ്രദേശത്ത് ഇല്ലാത്തതിനാൽ തന്നെ ജില്ലാ കളക്ടറൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ വലിയ ക്രെയിൻ ഇവിടെ എത്തിക്കുകയും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയൊക്കെ ചെയ്തത്. ആ ഘട്ടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ, അധികൃതർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരമണിക്കൂറിനകം തന്നെ വാഹനം പുറത്തെത്തിക്കാൻ സാധിക്കുമെന്നാണ്. പക്ഷേ ഈ റോപ്പിന് നീളം കുറവതിനാൽ തന്നെ ഇനിയും കൂടുതൽ സമയം വേണ്ടിവരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയായി നിലനിൽക്കുന്നത്. നേരത്തെ ചെറിയ ക്രെയിനുകളൊക്കെ പ്രദേശത്തുണ്ടായിരുന്നെങ്കിലും അത് ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല എന്ന തോന്നലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജില്ലാ കളക്ടറെയും MLA ഒക്കെ ഇടപെടിച്ചുകൊണ്ട് ഈ വലിയ ക്രെയിൻ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്തും ഈ പറഞ്ഞതുപോലെ പ്രദേശത്തെ വൈരങ്കോട് ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള ഗതാഗത കുരുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും
സമയം കൂടുതൽ എടുക്കാൻ കാരണമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായിരുന്നത്. പിന്നീട് തിരൂരിൽ നിന്നുള്ള ഫയർവർക്കുകളൊക്കെ എത്തി സ്കൂബ ഡൈവേഴ്സിന്റെ സംഘങ്ങളൊക്കെ എത്തിയതിനു ശേഷം അവിടെ പ്രാഥമിക പരിശോധനയും രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്താൻ ശ്രമിച്ചിരുന്നു. അവർ വന്ന ഘട്ടത്തിൽ ഈ വാഹനം പുറമേക്ക്, അതായത് കുളത്തിനെ ഈ ക്വാറിയുടെ മുകളിലേക്ക് കാണാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് കൂടുതൽ താഴ്ചയിലേക്ക് പോയി എന്നുള്ളത് അതിന്റെ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ തീവ്രത കൂടുതൽ വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ ഈ സ്കൂബ ഡൈവേഴ്സ് സംഘാംഗങ്ങൾക്ക് ആ വാഹനം കാണാൻ സാധിക്കുമായിരുന്നു, അതിന് മുകളിലൊക്കെ അവർ കയറുന്ന കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ പിന്നീട് ആ വാഹനം വീണ്ടും താഴ്ചയിലേക്ക് പോവുകയായിരുന്നു. ഇനിയിപ്പോൾ അതിനെ സ്പോട്ട് ചെയ്യേണ്ടതുണ്ട്. സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.